ഒറ്റയ്ക്കാണോ? ഞാൻ കൊണ്ടാക്കണോ? പറഞ്ഞോളൂ. കീ ബാറ്ററിയുടെ പ്രശ്നമാണെങ്കിൽ നിങ്ങളല്ലേ ചെക്ക് ചെയ്യേണ്ടത്? 2 ആഴ്ച മുന്നേ ഞാൻ സർവീസിന് തന്നല്ലേ ഉള്ളൂ. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ ഞാൻ റോഡിൽ കിടക്കണോ? ഞാനിവിടെ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിലാ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് വേഗം എന്നെ അറിയിക്കും. ചേട്ടാ ചേട്ടാ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. ആ ഫോണൊന്നും തരുമോ? ഫോണും തരാൻ പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? Key not detected. കൊള്ളാലോ. ഹലോ ഹലോ താങ്ക്സ് ചേട്ടാ. ഹലോ, ഒരു ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാ എന്റെ ഫോൺ തല്ലി പിടിക്കല്ലേ? അതിന് വന്നേ. കുട്ടി കരയല്ലേ? അതെ, അല്ല ഫോൺ പതുക്കെ തന്നാ മതി, കുഴപ്പമില്ല. കുട്ടി കരയാതെ. അനിലേ സാർ, കരയണ്ട, ഫോൺ പതുക്കെ മതി. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല സാറേ. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ വഴക്കുമായോ? അയ്യോ, ഞങ്ങൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഈ കുട്ടിയെ ഇപ്പം കണ്ടതേ ഉള്ളൂ. ഇയാളെന്തിനാ ഈ കുട്ടിയെ കരയിപ്പിച്ച്? ഞാൻ കരയിച്ചിട്ടൊന്നുമില്ല സാറേ. എൻ്റെ അടുത്ത് കോൾ ചെയ്യാൻ ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞു, ഞാൻ ഫോൺ കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലേ? ആണാ മോളെ, അത്രേ ഉള്ളോ? ഇയാൾ വല്ല ഇടങ്ങേറും കാണിച്ചോ? അതെ സാറേ, വേണ്ട അതിനും പറയല്ലോ. SP രാജ്കുമാർ സാറ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ. ആര്? SP രാജ്കുമാർ. അതിന് ഞാൻ എന്ത് വേണം? ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ സാറിൻ്റെ ഫ്രണ്ട് ആരാണെന്ന്. എല്ലാ കാശുകാരന്മാർക്കും ഒരു ധാരണയുണ്ട്. ഏതെങ്കിലും ഒരു SP പേര് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അങ്ങ് പേടിച്ചു പോകും. ആ ഗണത്തിൽപ്പെട്ട ആളല്ല ഈ SI മധുബാബു. മനസ്സിലായ? ആ കാറും കോട്ടും കണ്ടോ? വലിയ പുള്ളി എന്നാ തോന്നുന്നത്. അയ്യപ്പനും കോശിയും പോലെ ആവാതെ സൂക്ഷിക്കണം. സൂക്ഷിക്കാല്ലേ? ആ, സൂക്ഷിക്കണം. ഓക്കെ ഓക്കെ. മോളെ, മോളുടെ പ്രശ്നം പറ. ഈ അങ്കിളിനോട് പറ. കുഴപ്പമില്ല സാർ. അല്ല അങ്കിള്, ഈ ചേട്ടൻ എനിക്ക് ഫോൺ ഹെൽപ്പ് ചെയ്ത. ആ കണ്ടോ സാറേ. പിന്നെന്തിനാണ് മോള് കരഞ്ഞത്? ഇന്നെ കല്യാണം നടക്കേണ്ടായിരുന്നു. പക്ഷെ ചെക്കൻ വന്നില്ല. ഇവിടെ തിരുവനന്തപുരത്തുണ്ട് ആള്. അവനെന്തോ പ്രശ്നപ്പെട്ടിരിക്കാന്ന് എനിക്ക് അറിയാം. അല്ലാതെ സിജൻ എന്നോട് ഇങ്ങനെ ചെയ്യൊന്നുമില്ല. ഓള്
ഒളിച്ചോട് മാത്രം എന്താ ഉണ്ടായെന്ന് എനിക്ക് അറിയണ്ടേ. എനിക്ക് അവനെ കണ്ടുപിടിക്കണം. ചേടാ ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ. എൻ്റെ മൂഡ് പോയി സാറേ. എൻ്റെ മൂഡ് പോയി. മൂട് പോയെന്നോ? മോളെ അച്ഛന്റെയോ വീട്ടുകാരുടെയോ ആരുടെയെങ്കിലും നമ്പർ ഉണ്ടോ? അങ്കിളൊന്ന് വിളിക്കട്ടെ. ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടേ ഒന്ന്. മോളൊരു കാര്യം ചെയ്യ്, സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കും. പോലീസ് പരാതിപ്പെടാണെങ്കിൽ അവിടുന്ന് പരാതിപ്പെട്ട് വന്നാൽ പോരെ, ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ? ശരിയാ, കറക്റ്റ്. എന്ത് കറക്റ്റ്? മോള് പറ. സീന ഞാൻ കണ്ടുപിടിച്ചോളാം അങ്കിള്. മോള് തൽക്കാലം തിരിച്ചു പോകുന്നതല്ലേ മോക്ക് നല്ലത്? എൻ്റെ കയ്യിൽ സീന താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് അഡ്രസ് ഒക്കെ ഉണ്ട്. അവിടെ ഒരു അന്വേഷിച്ചിട്ട് ഞാൻ തിരിച്ചു നോക്കോളാം. സീനെ ചതിക്കൊന്നുമില്ല, അതെനിക്ക് ഉറപ്പാ. എനിക്ക് ഉറപ്പാ സാറേ. ഉറപ്പാ. സാറേ ആ സാർ. ഇല്ല സാർ. സാർ ഉടൻ കണ്ടുപിടിക്കാം സാർ. ഉറപ്പ് സാർ, ഉറപ്പ് സാർ. വലവീശി കഴിഞ്ഞു. പിടി അങ്ങോട്ട്. ഓ എന്റെ പൊന്നു മോളെ MLA-യുടെ അനിയന്റെ മോളെ കാണാനില്ല. ആ കൊച്ചിന് 17 വയസ്സേ ഉള്ളൂ. നാളെ 18 വയസ്സാവും. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ നാളെ. അതൊരു പാവം കുട്ടിയാണ്. മോളൊരു കാര്യം ചെയ്യ്, തൽക്കാലം പോലീസ് സ്റ്റേഷനിൽ പോയിര്. തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ. ആളെ കണ്ടുപിടിക്കാം. മോള് പേടിക്കണ്ട. ഇപ്പൊ അങ്കിളിന് ഇങ്ങനെ ഒരു അർജന്റ് കേസില്ലായിരുന്നെങ്കിൽ അങ്കിള് തന്നെ കണ്ടുപിടിച്ചേരാം. സാറേ, സാറൊരു ഉപകാരം ചെയ്യാവോ? ഈ കുട്ടിയെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ആക്കി കൊടുക്കണം. അല്ലേ വാ സാർ. കാണാം. നോർത്തിൽ വല വീശിയായിരുന്നോ? അയ്യോ ഇല്ല സാർ. വീശണം. വീശാം. ചേട്ടാ താങ്ക്സ്. ചേട്ടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്നെ ഈ അഡ്രസ്സിലേക്ക് ഒന്ന് കൊണ്ടുവിടുവോ? ഇവിടെയുള്ള വേറെ ആരൊന്നും ഓക്കെ ആയിട്ടൊന്നും തോന്നില്ല. ഞാനൊരു ഊബർ ബുക്ക് ചെയ്ത് തരാം. സ്റ്റേഷനോട് അടുത്താ, അങ്ങോട്ട് പോയാൽ മതി. അവർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഹലോ, പറയടാ. എടാ സിദ്ധു, നീ കൊടുത്ത പ്രൊപ്പോസലല്ലേ അത് അപ്രൂവലായി. സംഗതി കൺഫേം. എപ്പോ? ഞാനിപ്പോ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതുള്ളൂ. നീ ആ മെയിൽ ഒന്ന് ചെക്ക്. വാവ്, താങ്ക് ഗോഡ്. അളിയ ലോട്ടറിയാണ് അടിച്ചിരിക്കണത്. ചെലവുണ്ട്. അതൊക്കെ തരാം. ഇത് കഴിയട്ടെ. ഓക്കെ. ഓക്കേടാ. താങ്ക്സ് ഡാ. ശരി എന്നാ. കലക്കി. ഹലോ. അഡ്രസ് ഉണ്ടെന്നല്ലേ പറഞ്ഞ കയ്യിൽ? കേറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഹലോ സ്റ്റെഫ് മോൾ, നീ എവിടെയാ? എന്ത് പണിയാ കാണിച്ചേ? ഞാൻ അങ്ങോട്ട് തിരിച്ചു വന്നോളാം. എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ തിരിച്ചെത്തിക്കോളാം. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയൊന്നുമല്ല. എവിടാ? എത്ര നേരം ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നു? വിളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ എത്തിക്കോളാന്ന്. നീ എന്താ ഞങ്ങളുടെ ടെൻഷൻ മനസ്സിലാക്കാത്തെ? നിങ്ങൾ വിളിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല. ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ വന്നോളാം. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ലെഫ്റ്റ് കൂടോ? എന്നെ കൊച്ചു, നീ എവിടാന്നൊന്ന് പറ. ഹലോ, ഞാൻ വിളിക്കാം. അതെ, ഇതെന്റെ സ്ഥലമാണ്, എൻ്റെ നാട്. ഞാൻ ഒരു ആവേശത്തിൽ പറഞ്ഞു കേട്ടാ, സോറി. മാപ്പ് ഡയറക്ഷൻ കാണിച്ചുകൊണ്ട് അങ്ങനെ തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. തിരുവനന്തപുരത്ത് എവിടെ എങ്ങനെയൊക്കെ പോകണമെന്ന് ഗൂഗിൾ ആൻഡിയൊക്കെ നന്നായിട്ട് എനിക്കറിയാം. മനസ്സിലായോ? ചേട്ടനറിയാലോ എൻ്റെ ഒരു സിറ്റുവേഷൻ. ഞാൻ അത് ടെൻഷനിൽ പറഞ്ഞു പോയതാട്ടാ, സോറി. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് ചേട്ടനിപ്പോൾ ഞാൻ ഒരു ഇറിറ്റേഷൻ പോലെ ആയല്ലേ. 3 വർഷത്തെ പ്രേമമായിട്ടാ ഞാനും അവനായിട്ട്. അവനോ മൊത്തം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടണല്ലോ. ചേട്ടന് മനസ്സിലാവില്ല എൻ്റെ അവസ്ഥ. സോറി ഏട്ടാ. ഓക്കെ. അതെ, ഞാൻ അവിടെ കൊണ്ട് വിടത്തേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് എനിക്കൊരു സ്ഥലം വരെ പോകാനുള്ളതാ. ഈ രാത്രിയില്ല. അല്ല, അവിടെ കൊണ്ടുവിട്ടാ മതി. അത് തന്നെ വലിയ കാര്യം. താൻ വീട്ടുകാരറിയാതെ ഒളിച്ചോടി വന്നാണോ? അല്ല, ചോദിച്ചതേ ഉള്ളൂ. ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് തന്നെ വന്ന്. ഇക്കാലത്തെ പിള്ളേരുടെ കാര്യമാണേ, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാ. ചേട്ടൻ മറ്റേ അമ്മാവണ്ടായി പോണോ?
അല്ല ഈ കാലത്തെ പിള്ളേരെന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചു. എന്ത് ഒന്ന് വേണ്ടി സൈഡേക്കോ ചേട്ടാ പെട്ടെന്ന്. എന്താ മോളെ കുഴപ്പം? കുഴപ്പമില്ല ശാന്തി. സ്കൂളിൽ പഠിക്കുന്ന ടൈം തൊട്ട് എനിക്ക് പ്രശ്നമുണ്ട്. വേറൊരാൾ ഛർദ്ദിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഛർദ്ദൽ വരും. ചേട്ടന് ചെറുതലുണ്ടപ്പം എൻ്റെത് പോയി. ആണോ? ആ ചിലർക്ക് അങ്ങനെ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഞാൻ ഓക്കെ. പോ. ഹലോ, എന്തു പറ്റി? ഒന്നുമില്ല. ഓക്കെ അല്ലേ? അയ്യോ, പ്രശ്നമുള്ളോ? എന്തു പറ്റേട്ടാ? അല്ല, പോലീസ്. അതിന് ഞാനേ 2 അടിച്ചിട്ടുണ്ട്. അതൊക്കെ ഛർദ്ദിച്ചു കളഞ്ഞില്ലേ? എന്നാലും സ്മെല്ലേ. നോക്കാം, വണ്ടി എടുക്കും. ഉറപ്പാണോ? ആ ആഹാ, കല്യാണ പാർട്ടിയെ കഴിഞ്ഞ് വരുവാണല്ലേ? ചേട്ടൻ അടിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. എക്സ്പ്രഷൻ കണ്ടാൽ അറിയാമല്ലോ. അല്ല, ഞങ്ങളുടെ അടുത്തൊരു സ്ഥലം വരെ പോയിരുന്നു, അതാ. പിന്നെ ഊതി വെച്ച് പോവാം നമുക്ക്. സാർ, ഇത് SP രാജ്കുമാർ സാറിന്റെ ഫ്രണ്ടാ. സാർ, ആ വണ്ടിയിലിരിക്കുന്ന രാജ്കുമാർ സാറിന്റെ ഫ്രണ്ടാണ്. അത് വേണ്ടെന്തെന്ന് വെച്ച് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ നോക്കിവിടും. ഈ ചെറിയ കാര്യത്തിനൊക്കെ രാജ്കുമാർ സാറിന്റെ പേര് പറയുന്നത് വളരെ കഷ്ടമാണ് കേട്ടോ. വയ്ക്കോ വയ്ക്കോ. ഇയാളെന്തിനാ SP രാജ്കുമാറിന്റെ പേരൊക്കെ പറയാൻ പോയത്? അവന് എനിക്ക് വേറെ ഐഡിയ ഒന്നും കിട്ടിയില്ല. ഇപ്പൊ സംഭവം വർക്കൗട്ടായില്ലേ? വർക്കൗട്ടായി. അമ്മച്ചി പറഞ്ഞോ. എന്തൊന്നാടാ സിദ്ധു ഇത്? നീ കഴിക്കുന്നില്ലേ? നിനക്ക് ഇവിടെ ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എത്ര നേരമായി? അതൊക്കെ വളിക്കും.
ചെറുക്ക 8 മണിക്ക് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. ദേ എനിക്ക് മരുന്ന് കഴിച്ചിട്ട് കിടക്കാനുള്ളതാ. അമ്മ കഴിച്ചിട്ട് കിടന്നോ? വെയിറ്റ് ചെയ്യണ്ട. നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചെന്നുള്ള പരാതി പറയാനല്ലേ? അത് വേണ്ട. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയില്ലേ സമയത്തിന് വന്ന് കയറും. ഉണ്ടാക്കിയാലോട്ട് വരുത്തുമില്ല. ദേ എനിക്ക് കാത്തിരിക്കാനൊന്നും വയ്യ. നീ ഒന്ന് പെട്ടെന്ന് വന്നേ. അമ്മ ഞാൻ എത്തും, കുറച്ച് വൈകും. നീയും കൂടെ വന്നിട്ട് കഴിക്കാം. എനിക്ക് ഒറ്റയ്ക്കൊന്നും വയ്യ. അമ്മച്ചി ഭക്ഷണവും കഴിച്ച് മരുന്നും കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. കുഴപ്പമില്ലടാ, നീ വിളിച്ചാൽ മതി, ഞാൻ അപ്പം എടുത്തു തരാം. എല്ലാ കാര്യങ്ങളും ഞാൻ വന്നിട്ട് ചെയ്യുന്നു പറഞ്ഞ എങ്ങനെ അമ്മച്ചി? ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ, ഭക്ഷണം എടുത്തു വയ്ക്കാന്നല്ലേ പറഞ്ഞത്. നീ എന്തിനാടാ എന്നോട് ഇങ്ങനെ ചൂടാകുന്നത്? ശരി അമ്മച്ചി ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്കൂ, ഞാൻ വന്നോളാം. പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാനേ ഇടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട്, ഈ ഊട്ടിയിലുള്ളവരൊക്കെ എവിടെയാണ് ടൂർ പോകുന്നത്? എവിടെയാണ് നിങ്ങൾ പോകുന്നത്? അല്ല ചുമ്മാ ആലോചിച്ചെന്നേ ഉള്ളൂ. എന്നാലും ഇവിടെ ആയിരിക്കും പോകുന്നത്. ദേ ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു, ഇറങ്ങി നോക്കിയാലോ? ചേട്ടാ വേണോ? നമുക്ക് പോയാലോ? ഒരാൾക്ക് ആക്സിഡന്റ് പറ്റിയ സഹായിക്കണ്ടേ? നമുക്ക് പരിചയമുള്ള ആളാണെങ്കിലോ? മനുഷ്യന്മാരായാലേ കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒക്കെ വേണം. നല്ലതാ, ഇവിടെ ഇരിക്കും, ഞാൻ പോരാ. ചേട്ടാ മാറിക്കേ. ആരെങ്കിലും ആംബുലൻസ് വിളിക്കുക, ഹോസ്പിറ്റലിൽ എത്തിക്കണം. നോക്കിക്കോട്ട് നിൽക്കുന്ന എന്താ? അയാളെ പെട്ടെന്ന് ആശുപത്രിയിലാക്കുക. അടിയിലാണ് വണ്ടിയുടെ അടിയിൽ. ചേട്ടാ ആരെങ്കിലും ആംബുലൻസ് വിളിക്കുക, ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആംബുലൻസിന് സമയം എടുക്കും. ചേട്ടാ ഇങ്ങനെ പറഞ്ഞ ചേട്ടാ ഓട്ടോ ഇല്ലേ? ഓട്ടോ വിളിക്ക്. അയാൾക്ക് ശ്വാസം മാറിയില്ലേ? വണ്ടി എവിടെ? വണ്ടി വണ്ടി കാറോ? സാറിന് വണ്ടി കയറ്റ്, സാറിന് വണ്ടി ശരിയാവത്തില്ല. എന്തെങ്കിലും പറ്റിയാലോ? സാറിന് വണ്ടി ഒന്ന് തുറക്കണം സാർ. ചെറിയ വണ്ടി, എല്ലാവരും കേറില്ല. കേറില്ല സാറേ, കുറച്ച് മനസാക്ഷി കാണിക്കണം. ഡോർ തുറ, പെട്ടെന്ന് എത്തിക്കാൻ നോക്ക്. നീ ഇപ്പുറത്തോട്ട് എല്ലാവരും കേറില്ല. പറയുന്നൊന്നും കേക്കോ? ഓക്കെ ഓക്കെ. ഇനി സാറ് കയറി വണ്ടിക്കകത്ത്. എന്താ സാറേ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം സാറേ, പ്ലീസ്. ഒരു ജീവനല്ലേ സാർ? പതുക്കെ പതുക്കെ. ചേട്ടാ ഇനിയും സംസാരം നിർത്തൂ. പെട്ടെന്നേറ്റ് പെട്ടെന്നേറ്റ്. സാറേ, പാവങ്ങളെ വല്ലപ്പോഴൊക്കെ ഈ വണ്ടി കയറ്റണം. കേറിക്കോ. ഈ ആൾക്കാരൊന്നും ശരിയല്ലെന്നേ. ആരെങ്കിലും ഒന്ന് സഹായിക്കാന്ന് വെച്ചാൽ എല്ലാം കൂടെ നമ്മുടെ തലേ കൊണ്ടു. ഇഡിയറ്റ്സ്. എന്ത് ജനങ്ങളാന്നേ. അല്ല ഞാൻ ആക്സിഡന്റ് കാര്യം പറഞ്ഞു. അപ്പൊ ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് അതാണല്ലോ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇന്നത്തെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇത്രയും മതി. താങ്ക്സ്. ഹലോ സിധു, എവിടെയാടാ? ഐശു, ചെന്നൈ എത്തിയോ? ഇതുവരെ ബോർഡ് ചെയ്തിട്ടില്ല, ഫ്ലൈറ്റ് ഡിലേ. ഓ, എവിടെയാ ഇപ്പോ? ഞാൻ ഡ്രൈവ് ചെയ്യടാ, തിരിച്ചു വിളിക്കാം. അതെന്താ ഡ്രൈവ് ചെയ്യുമ്പോ എന്നോട് സംസാരിച്ച? ഒന്ന് എത്തിക്കോട്ടോ, വിളിക്കാം. അതല്ലല്ലോ, ആരെങ്കിലും ഉണ്ടോ കൂടെ? എന്റെ കൂടെ വേറെ ആരാ? പിന്നെന്താ ശബ്ദത്തിനൊരു മാറ്റം? എന്റെ ശബ്ദത്തിനോ? ആ മാറ്റമൊന്നുമില്ലല്ലോ. ഓക്കെ, ഒരു 5 മിനിറ്റ്സ് തിരിച്ചു വിളിക്കൂ. ഒരു 15 മിനിറ്റ്സ്? ഷുവർ? യാ ഷുവർ. വെക്കട്ടാ? വെക്കില്ല. സിധു, യു നോ സംതിങ്?
ഐ റിയലി മിസ് യു. ഐ മിസ് യു ടു. ബൈ. ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? കുറച്ചൊക്കെ. വൈഫായിരിക്കും അല്ലേ? അല്ല, ഗേൾഫ്രണ്ടാ. അപ്പൊ വൈഫോ? അയ്യോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്താ കല്യാണം കഴിക്കാത്ത? ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് അത്ര സിമ്പിൾ പരിപാടിയൊന്നുമല്ല. കുറച്ച് കോംപ്ലിക്കേറ്റഡാ. അതിന് ആദ്യം നമ്മൾ ഒരാളെ കണ്ടെത്തണം. അതിന് കുറച്ച് സമയം എടുക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയം ഇച്ചിരി കൂടിപ്പോയി. ബട്ട് ഷീസ് ഓക്കെ വിത്ത് ഇറ്റ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കല്യാണം കഴിക്കാൻ ഇത്രയൊക്കെ ആലോചിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ചേട്ടാ. ഞാൻ സിജിനോട് കല്യാണക്കാരൻ പറഞ്ഞേ ഉള്ളൂ. അവർ റെഡിയായിരുന്നു. എന്നിട്ട് ഇപ്പം ഇങ്ങനായി. ഐ എം സോറി, ഞാൻ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വിഷമിക്കണ്ട. ചേട്ടൻ പറഞ്ഞാൽ ശരിയാ. ഒരാളെ മനസ്സിലാക്കാനേ 3 വർഷമൊന്നും പോരാ, കുറേ കാലം വേണം. എന്നാലും സിജിൻ എന്തിനായിരിക്കും എന്നോട് പറയാതെ പോയേ? ചേട്ടനാണെങ്കിൽ അങ്ങനെ പോവോ? എനിക്കങ്ങനെ പറ്റില്ല. എന്തായാലും പോകാൻ പറ്റില്ല. ഇല്ല. ഇയാളിങ്ങനെ ഒരുപാട് ആലോചിച്ചിരിക്കൊന്നും വേണ്ട. ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി. ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്. ശരിക്കും നിങ്ങൾ തമ്മിൽ എങ്ങനെയാ? കേട്ടില്ല, ഞങ്ങളങ്ങനെ എപ്പോഴും കാണാറൊന്നുമില്ല. പക്ഷെ ഒരു കണക്റ്റ് ഉണ്ട്. ഷീസ് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്. നല്ല രസമുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അടിപൊളി, എനിക്കിഷ്ടായി. കണ്ടാൽ ബാച്ചലറാന്ന് തോന്നില്ല അല്ലേ? ഇല്ല കേട്ടോ, കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നി. ആണല്ലേ? പക്ഷെ ഈ സാട്ട പേപ്പറിൽ കൊള്ളാം. ആണോ? ആണല്ലേ? പക്ഷെ ഇത്ര മതി, കൂട്ടണ്ട. ഇല്ലല്ല. ആക്ച്വലി ഞാൻ ചേട്ടനെ ഫസ്റ്റ് കണ്ടപ്പോൾ സംശയിച്ചു. എന്താ സംശയം? ചേട്ടാ വിളിക്കണോ അങ്കിളെ വിളിക്കണോ? ഇപ്പം ഞാൻ റീൽ കണ്ടിട്ടുണ്ട്, ചിലർക്കൊന്നും അങ്കിളെ വിളിക്കുന്ന ഇഷ്ടമല്ലാന്ന്. അതുകൊണ്ട് ചേട്ടാ വിളിച്ചേ. സോറി കേട്ടോ. അത് സാരമില്ല. റീല് കണ്ടത് നന്നായി. ചേട്ടാന്ന് വിളിച്ചാൽ മതി. ഡോ, താൻ കരയാണോ? അയ്യേ, എന്തിനാ കരയുന്നേ? നമ്മള് ഇപ്പൊ എത്തുമല്ലോ, പിന്നെന്താ? ശരി, വിശന്നാ താൻ കരയോ അല്ലേ? ചിലപ്പോഴൊക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. അല്ല, ഇത് ഇതുവരെയ്ക്കും കഴിഞ്ഞില്ലേ? പിന്നെയും താനെന്തിനാ കരയുന്നത്? തന്നോട് ഈ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കാനല്ലേ പറഞ്ഞത്? അല്ല സാറേ, കുട്ടി ഇറങ്ങി ഓടിയപ്പോ. ഇറങ്ങി ഓടിയോ? ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തു. എന്നാ കുഴപ്പമില്ല. ഈ മറ്റവനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞോ? പിന്നെ ഒരു അറിവുമില്ല. ഇപ്പൊ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവും എന്റെ പേടി. ഏയ്, അങ്ങനെയൊന്നുമില്ല. മോളെ, നമുക്ക് നോക്കാം. സാർ ഇത്തവണ ഈ കുട്ടിയെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ആക്കണം. ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകാൻ പോവാ. അതാ നല്ലത്.
സാർ ഒരു കാര്യം ചെയ്യണം, മോളെ ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് ആക്കി കൊടുക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാർ എന്നെ വിളിക്കും. ഓക്കെ സാർ. മോളൊരു കാര്യം ചെയ്യും, മോളെ നമ്പർ എവന് കൊടും. വേണ്ട, യവൻ മോക്ക് എന്റെ നമ്പർ തരും. പറഞ്ഞുകൊടു. 95 94 200. ഓക്കെ, എന്നാ കയറിയാ. താങ്ക് യു സാർ. വാ. അടയ്ക്കട്ടെ. വിട്. ഓക്കെ അല്ലേ? എടോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അറിഞ്ഞാൽ തൻ്റെ ഭംഗി കുറയും കേട്ടോ. അല്ല, ഈ ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിലും ഇങ്ങനെ കരയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നമ്മളിനി നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്തോരം കരയണമായിരുന്നു. നീ എന്താ പരിപാടി? ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ടോ? ഫുഡ് ആ, റെഡിയാക്കാം. സാർ എന്താ വേണ്ടേ? ആ, ഇവിടെ. ചേട്ടൻ 4 പൊറോട്ട, 2 ബീഫ് ഫ്രൈ, പിന്നെ ചില്ലും കൂട്ടിലേക്ക് 2 ഉണ്ടപ്പൊരി, ഒരു ചായ. ശരി. ചേട്ടന് എനിക്ക് ഒരു ചായ മാത്രം മതി. ചേട്ടാ, ഈ ചേട്ടൻ ഒരു ചായ. ഞാനേ ട്രാവലർ ഭയങ്കര ടയർഡായി പോയി, അതുകൊണ്ട് വല്ലാത്ത വിശപ്പ്. താങ്ക് യു. എങ്ങനെയുണ്ട്? കൊള്ളാം. വേണല്ലോ. ചേട്ടാ, ബില്ല് എപ്പോഴും സെറ്റേ. ഒരു പൊറോട്ടയും കൂടെ കഴിക്കായിരുന്നു. മൈദിയാ, ഹെൽത്തി അല്ല. നല്ല ചൂട് പൊറോട്ട. എന്തുപറ്റി? കഴിച്ചു. വാ വാ, ഇതിലെ വാ, ഇങ്ങോട്ട് പതുക്കെ. കറക്റ്റാ, കുറച്ച് കറക്റ്റാണ്. ഓട്ടോ ഓട്ടോ ഇപ്പൊ വരും, കുഴപ്പമില്ല, ഇപ്പൊ വരും കേട്ടാ. ചേട്ടാ, നമുക്ക് അവർക്ക് കൂടി ഒന്ന് ലിഫ്റ്റ് കൊടുത്താലോ?
എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് അവിടുന്ന് ഫുഡൊന്നും കിട്ടിയില്ലേ? കല്യാണോ? ഇത് കല്യാണമൊന്നുമല്ല. പിന്നെ സീരിയലോ വല്ല അഭിനയം കഴിഞ്ഞിട്ട് വരികയാണോ? അല്ല, അല്ല ഏട്ടാ, കല്യാണം തന്നെയാ. എനിക്ക് ആദ്യം കണ്ടപ്പോ നിങ്ങൾ തമ്മിൽ അത്ര മാച്ച് അല്ലാന്ന് തോന്നി. പക്ഷെ ഇപ്പോ നോക്കുമ്പോ സെറ്റാണ്. ഞാനും ഒരു ചെറിയ പെൺകൊച്ചിനെയാണ് കല്യാണം കഴിച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? നമുക്ക് കയറി പെട്ടെന്ന് അങ്ങോട്ട് പ്രായമായി. അവളാണെങ്കിൽ ചെറുപ്പവും. അവൾ എന്നെയും കൊച്ചിനെ ഇട്ടിട്ട് വേറൊരാളുടെ കൂടെ പോയി. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ സന്തോഷമാണ്. നമ്മളതിലൊന്നും കയറി ഇടപെടുന്നില്ല. നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ. അച്ഛനും മോനും ഡെയിലി പുറത്തുനിന്നാണോ ഡിന്നർ? ആ, പറ്റുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് ഡിന്നർ കഴിക്കാറുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ്. ഇവനിങ്ങനെ കെയർ ചെയ്യുക, ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അല്ലേ മോളെ? അതെ. ഇവനിനി എത്ര വലുതായാലും എന്നെ വിട്ടിട്ട് പോവുകയില്ല. എന്നെ വിഷമിപ്പിക്കണം ഒരു കാര്യവും ചെയ്യേയില്ല. എനിക്ക് ഇവന് ഞാനും മാത്രം മതി, അല്ലടാ? ചിലരൊക്കെ പിള്ളേരെ പഠിപ്പിച്ച് വലുതാക്കി അമേരിക്കയിലേക്കും വിദേശത്തോട്ടും ഒക്കെ വിടും. എന്നിട്ട് 10 വർഷമായിട്ടും വന്നില്ല, 20 വർഷമായിട്ടും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കും. അങ്ങനെയുള്ള ടീംസൊക്കെ ഉണ്ടേ. എന്നിട്ട് അവസാനം സ്വത്ത് ചോദിച്ചു വന്നു എന്നുള്ള പരാതി. ഇവനാവുമ്പോ എങ്ങും പോവുകയില്ല, ഇവനൊരു സ്വത്തും വേണ്ട. അത്രക്ക് നിഷ്കളങ്കനായി ഇവൻ, അല്ലടാ? ജനിച്ചപ്പോ മുതലുള്ള നിഷ്കളങ്കത അവസാനം വരെ ഉണ്ടാവും. ഇപ്പൊ തൊട്ടാ കേട്ടോ? സാറേ, വലത്തേക്ക് ചേർത്തൊന്ന് നിർത്തിയാൽ മതി. വാ. പിന്നെ കല്യാണ രാത്രിയാണ് വിവാഹത്തിന്റെ ഏറ്റവും സുന്ദരമായ ടൈം. പിന്നെ അങ്ങോട്ട് റിയാലിറ്റിയാണ്. നാളെ മുതല് ജീവിതം നിങ്ങൾക്ക് തരാൻ പോകുന്നത് റിയാലിറ്റിയാണ്. അപ്പോഴും ഈ സ്നേഹം ഉണ്ടാവണം കേട്ടോ. ചേട്ടാ, എനിക്കൊരു ഉപകാരം ചെയ്യൂ. എനിക്ക് വേറൊരു ഡ്രസ്സ് സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ? ഡ്രസ്സോ? അതപ്പം ഈ രാത്രിയിൽ ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആയതിനകത്ത്. ആ ടോട്ടിലൊക്കെ പോയി മൊത്തം അഴുക്കായി. അതെ, കാലൊന്ന് ഇച്ചിരി ഒതുക്കി വയ്ക്കാൻ പറ്റുമോ പെട്ടെന്ന്? എന്റെ പൊന്നിട്ട് അതിലൊക്കെ അഴിക്കുള്ളൂ, വേറെ ഒന്നുമില്ല. അല്ല, നമുക്ക് ഡ്രസ്സ് മാറാം. ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഗേൾ ഫ്രണ്ട് ഫ്ലാറ്റിലേക്ക് പോകും. അവിടെ നിങ്ങൾ ഡ്രസ്സ് കാണാം. അതിന് ചേച്ചി അവിടെ ഇല്ലല്ലോ. ആ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അതൊന്നും സാരമില്ല, അവളുടെ ഫ്ലാറ്റൊക്കെ ഞാൻ ഈസി ആയിട്ട് തുറക്കും. എങ്ങനെയുണ്ട്? അവക്ക് വേണ്ടി കുറെ ഓടി നടന്നിട്ട് കിട്ടിയ ഫ്ലാറ്റാ. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട്. നൈസ്. ചേട്ടാ, എന്താ? ആരാ? സിദ്ധു, 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 ഇറ്റ്സ് നോട്ട്. ഡോണ്ട് ടച്ച് മീ. ഞാൻ കണ്ടതാ, ഈ കണ്ണുകൊണ്ട് കണ്ടതാ. വാട്ട് ഷുഡ് ഐ തിങ്ക്? അറിയാണ്ട് പറ്റിപ്പോയതാണ് സിദ്ധു. വാട്ട്?
അറിയാതെയാണോ ചെന്നൈ പോകുന്നത് എന്നിട്ട് കള്ളം പറഞ്ഞു വല്ലവനെ അതെ മാറ്റി കെട്ടി ആ ബോക്സ് തുറന്നു തരൂ. ഉറങ്ങുന്നത്? Tell me. മഞ്ഞ മഞ്ഞ അറിയാതെ പോലും. No, don't touch me, I'm telling you. എനിക്ക് കേക്കണ്ട. No. ആരാ അവൻ? I want you right now. Who is he? ബിനു എന്റെ പഴയ കോളേജ് ഫ്രണ്ടാണ്. ഞാൻ അവനെ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോ അറിയേണ്ട പറ്റിപ്പോയി. സിധു പ്ലീസ്, ഞാൻ മിണ്ടരുത്. കരയുന്നോ? നീയല്ല കരയേണ്ടത്, ഞാനാ കരയേണ്ടത്. എല്ലാം ചെയ്തതും പോരാ, വെറുതെ അതും പറഞ്ഞു. ഇതാരാ? ഇതാരാന്ന് ഇത് എനിക്കെല്ലാം മനസ്സിലായി. നിനക്കറിയായിരുന്നു ഞാനിവിടെ ഇല്ലാന്ന്. You knew the house is vacant and you bringing a freaking girl here? what I say? Oh, that one in gown. Huh. I knew you had a fetish to gown. How could you do this to me, Sidhu? Now I don't regret it. എനിക്ക് നിന്നോട് സോറി പറയണ്ട ഒരാവശ്യമില്ല. നീയും ഞാനും ഒരേ തെറ്റാ ചെയ്തേക്കുന്നത്. We are equal sinners. പ്ലാനിങ് ആയിരുന്നല്ലേ? ചേട്ടാ ഇങ്ങനെ കരയില്ലേട്ടാ. കരയാതെ പിന്നെ എന്ത് ചെയ്യാനാ? ചേട്ടൻ തന്നെയല്ല പറയാ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മള് നെക്സ്റ്റ് കാര്യങ്ങൾ ആലോചിക്കണമെന്ന്. അതൊക്കെ പറയാളിപ്പോ. ചേട്ടൻ കരയുന്ന കാണുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. കരഞ്ഞേട്ടാ പോട്ടെ. അല്ലേലും ഞാനെന്തിനാ കരയുന്നത്? ഞാൻ എന്താ തെറ്റായത്? ഇയാളെ ഹെൽപ്പ് ചെയ്തതോ? ഞാൻ കരയേണ്ട കാര്യമില്ല. ഞാൻ കരയില്ല, ഞാൻ കരയാൻ പാടില്ല. മനസ്സിലായോ? ആ കര. ചേട്ടാ വിഷമിക്കില്ല ഏട്ടാ. എനിക്കെന്ത് വിഷമം? എനിക്ക് വിഷമമൊന്നുമില്ല. ചൂടാവുന്ന എന്തിനാ? ഞാൻ ചൂടായൊന്നുമല്ല. ഇയാള് കുറച്ചു നേരം ഒന്ന് മിണ്ടായിരിക്കാമോ? ലോകത്ത് വേറെ പെണ്ണുങ്ങളില്ലാത്ത പോലെ അവൾ ഇങ്ങോട്ട് വന്നാ അറിയാമോ? താൻ എന്ത് കണ്ടിട്ടാണോ എല്ലാം കൂടെ കെട്ടിപ്പറക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിയേ? പ്രേമം ഉണ്ട. എനിക്കിനി ഒരുത്തിയും വേണ്ട. ആമാ സിദ്ധു, നീ ലേറ്റ് ആവോടാ? ഹലോ ഡാ, ഹലോ മോനെ. ആ അമ്മ വരുന്നു. പിന്നെ അമ്മ നേരത്തെ വിളിച്ചപ്പം ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു. അതാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് കേട്ടോ. എന്തു പറ്റിയടാ? എന്താ വല്ലാതിരിക്കുന്നേ? കുഴപ്പമൊന്നുമില്ല അമ്മ. അമ്മ ഭക്ഷണം കഴിച്ചാ? ഇല്ല, കുറച്ച് വെള്ളം കുടിച്ചു. വിശക്കുന്നില്ലടാ. നീ ഒന്ന് വേഗം വന്നാ മതി. ഇതാ വരുന്നു.
ചേട്ടാ ഞാൻ തിരിച്ചു പോയിക്കോളാം. ചേട്ടൻ എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടേക്ക്. ഞാനൊരു ഭാഗ്യമില്ലാത്ത പെണ്ണ. ജനിച്ചപ്പോൾ തൊട്ടേ അങ്ങനെ. ഞാൻ വന്നതിന് പിന്നെയല്ലേ ചേട്ടനീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ. തിരിച്ചു പൊക്കോളാം. ഇയാൾക്ക് പോകുന്നതിന് മുമ്പ് ഡ്രസ്സ് മാറണ്ടേ? ഇല്ല ഏട്ടാ, കുഴപ്പമില്ല. എന്നെ ബസ് സ്റ്റാൻഡിൽ വിട്ടാൽ മതി.